കാലടി പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഉൾപ്പെടുന്ന തലാശ്ശേരി തിരുവള്ളമാന്തുള്ളി റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, ഉപയോഗിച്ച ഡയപ്പറുകൾ എന്നിവയാണ് പ്രധാനമായും ഇവിടെ വലിച്ചെറിയുന്നത്. ജനവാസ മേഖലയോട് ചേർന്നുള്ള ഈ മാലിന്യ നിക്ഷേപം തെരുവു നായ്ക്കളുടെയും മറ്റ് ഇഴജന്തുക്കളുടെയും ശല്യം വർദ്ധിപ്പിക്കുന്നു. രാത്രിയുടെ മറവിൽ വാഹനങ്ങളിലെത്തിയാണ് കവറുകളിലാക്കിയ മാലിന്യം റോഡരികിലേക്ക് തള്ളുന്നത്. പ്രദേശത്തെ മാലിന്യ പ്രശ്നം രൂക്ഷമായിട്ടും അധികൃതർ വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എൻ്റെ പേര് മറ്റൂർ വേണുമാരാർ അറിയപ്പെടുന്നൊരു പഞ്ചവാദ്യ കലാകാരനാണ്. മറ്റൂർ തിരുവള്ളമാന്തുള്ളി അമ്പലത്തിൻ്റെ തൊട്ട് താഴെയാണ് എൻ്റെ വീട്. ഈ അമ്പലം ചരിത്രപ്രധാനമായ ശങ്കരാചാര്യർക്ക് വേണ്ടിയുണ്ടായ അമ്പലമാണ് മറ്റൂർ തിരുവള്ളമാന്തുള്ളി ക്ഷേത്രം. സാക്ഷാൽ വടക്കുംനാഥനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പറയാൻ കാരണം, ഈ അമ്പലത്തിലേക്ക് വരുന്ന വഴി മാലിന്യ കൂമ്പാരമാണ്. അതിൽ വേസ്റ്റ് ആൾസഞ്ചാരം സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ആൾസഞ്ചാരം കുറവായതിൻ്റെ പേരിൽ വണ്ടിക്ക് കൊണ്ടുവന്നിട്ടാണ് എല്ലാ വേസ്റ്റും ഇവിടെ നിക്ഷേപിക്കുന്നത്. ഈ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പട്ടിയും കുറുക്കനും മറ്റുള്ള എല്ലാ പക്ഷികൾ വരെ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഇതിലെ പോവാനായിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം പലർക്കും പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പട്ടിയുടെ കടി, അതുമാതിരി പള്ളിയിലേക്ക് പോകുന്ന വഴിയും കൂടിയാണത്. അപ്പോൾ കാലത്താണെങ്കിലും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇതിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മയക്കുമരുന്നിൻ്റെയും എല്ലാത്തിൻ്റെയും. സ്ത്രീകൾക്ക് ലൈറ്റാണ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വെളിച്ചമില്ല. അപ്പോൾ ഈ സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് വണ്ടിക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തട്ടണത്. ആ തട്ടുന്ന സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ പട്ടിയും കുറുക്കനും ഇതെല്ലാം വരും. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ശങ്കരാചാര്യരുടെ അമ്മയ്ക്ക് ദർശനം കൊടുത്ത ഈ ക്ഷേത്രം കാലടിയിൽ നിന്ന് ഏതാണ്ട് 2.5 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്താണ്. കാലടിയിൽ നിന്ന് വരുന്ന ഭക്തജന, കാലടി, ശൃംഗേരി അതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി പോകാറുണ്ട്. ഞങ്ങൾക്ക് ആകപ്പാടെയുള്ള ആശ്രയമുള്ള വഴിയാണിത്. കാലടിയിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ ഉള്ളൊരു വഴിയാണ്. മാലിന്യ കൂമ്പാരമാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഞങ്ങൾ കാണുന്നത്. പട്ടികളും അതുപോലെ മറ്റുള്ള എല്ലാ ജന്തുക്കളും, അങ്ങേറ്റം ഒരു 4-5 മലമ്പാമ്പ് വരെ ഉണ്ട് ഈ ഏരിയയിൽ നിന്നാണ് പറഞ്ഞു കേട്ടിട്ട്. 1-2 പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന് പണിതിരിക്കുന്ന ആ കെട്ടിടങ്ങളും അതിനോട് അനുബന്ധിച്ച സ്ഥലങ്ങളും. രാത്രി വഴി ആ പരിസരത്തുള്ള ആൾക്കാർ വാതിൽ തുറക്കാറില്ല. ഈ സാമൂഹ്യ വിരുദ്ധരെ പേടിച്ചിട്ട് വാതിൽ തുറക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലെ കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉള്ളത്. കാലടി പഞ്ചായത്ത് എൻ്റെ ഒരു സത്വര ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മണിമാരാർ, മറ്റൂർ. മാലിന്യം നീക്കം ചെയ്യാനോ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനോ ഉള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. അടിയന്തിരമായി ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യണമെന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പരിപാവനമായ കാലടിയുടെ പ്രശസ്തി വാനോളം ഉയർത്തുന്ന തിരുവള്ളമാന്തുള്ളി ക്ഷേത്രത്തിലേക്കുള്ള റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശങ്കരാചാര്യരുടെ അമ്മ ആര്യാമ്പ കുളിച്ച് തൊഴുത് ശങ്കരൻ ഉരുവായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കുളവും ആ ക്ഷേത്രവും ശിവപ്രതിഷ്ഠയും, അതോടൊപ്പം തന്നെ ഈ വഴിയിലൂടെ മറ്റൂരിൻ്റെ പുണ്യഭൂമി, അവിടെ സെൻറ് ആൻ്റണീസ് പള്ളിയിലേക്ക് നിരന്തരം എല്ലാ ദിവസവും രാവിലെ പോകുന്ന ഭക്തജനങ്ങളും, ഇങ്ങനെ മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമായ ഈ റോഡ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ചീഞ്ഞ് നാറി ദുർഗന്ധമാണ്.
തെരുവ് നായ്ക്കളും കുറുക്കന്മാരും ഇവിടെ കാറ്ററിംഗുകാരാണോ മറ്റുള്ളവരാണോ ഈ സൈഡിലൂടെ ഇടുന്ന ഈ മാലിന്യ കൂമ്പാരം വലിച്ചിഴച്ച് റോഡിലൊക്കെ വിതറി വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും കാലടിയുടെ ഡംപിങ് യാർഡായിട്ട് ഈ വഴി മാറാനുള്ള കാരണം ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ അപര്യാപ്തതയാണ്. 10-12 പോസ്റ്റുകളുണ്ട്, ലൈനുണ്ട്. കാലടി ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ വാർഡ് ജനപ്രതിനിധി, ആ വാർഡ് ജനപ്രതിനിധി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, സ്വന്തം വാർഡാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ 6 മാസത്തോളമായിട്ട് അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഇത്ര അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ഈ വഴി നമ്മുടെയൊക്കെ കാലടിക്കാരുടെ മലയാളികളുടെ അന്തസ്സിന് നിരക്കാത്ത രൂപത്തിൽ മാലിന്യ കൂമ്പാരവും തെരുവ് നായ്ക്കളൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? മാലിന്യം വലിച്ചെറിയൽ വിമുക്ത നാടായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതാണ് കാലടി. പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗം വരുമെന്നും ശിക്ഷാ നടപടിയെടുക്കുമെന്നും ഉള്ള അറിയിപ്പുകൾ നിരന്തരമുണ്ട്. ഹരിത കർമ്മസേന അത് വീടുകളിൽ എത്തിക്കുന്നുണ്ട്. മൈക്ക് കെട്ടി അനൗൺസ്മെൻറ്റുമുണ്ട്. നോക്കൂ, ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് ഉൾപ്പെടെ വേസ്റ്റ് കത്തിച്ചേക്കുക. ഒരു ഭാഗത്ത് മല പോലെ കിടക്കുന്ന കുട്ടികളുടെ സ്നഗ്ഗി, സ്ത്രീകളുടെ പാഡ് ഉൾപ്പെടെ എന്ത് മോശമാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് പള്ളിയിലേക്കുള്ള വഴിയുടെ അവസ്ഥയാണ്. അടിയന്തിരമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടണം. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ മയക്കുമരുന്ന് ലോബിയുടെ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. ഒരു നാടിൻ്റെ അവസ്ഥയാണ്. ആ നാടിൻ്റെ നാഥ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. രാഷ്ട്രീയപരമായിട്ടോ ആശയപരമായിട്ടോ എതിർപ്പ് പറയുന്നില്ല. പക്ഷെ നാടിൻ്റെ ഒരു ആവശ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, തീരുമാനമെടുക്കണം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതീവ പ്രാധാന്യത്തോടെ ഇത് കാണണം. മാലിന്യ വിമുക്ത നാടായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുള്ള കാലടിയാണ്. ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള പ്രവർത്തനം, മാലിന്യ വിമുക്ത നാടിനുള്ള അവാർഡ് വാങ്ങി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഷോക്കേസിൽ ഇരുന്നാൽ പോരാ, നടപടി ഉണ്ടാകണം. പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡൻറ്റും സെക്രട്ടറിയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയിലുള്ള വികാരമാണ് പങ്കുവയ്ക്കുന്നത്. അടിയന്തിരമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ്.